القبر لا هناك ولا أب شفيق ولا أخ يؤنسني، وهالني صورة في العين إذ نظرت من هول مطلع ما قد كان أدهشني، من منكر ونكير ما أقول لهم قد هلني أمرهم جدا فأفزعني، وأقعدوني وجدوا في سؤالهم ما لي سواك إلهي من يخلصني، فامنن علي بعفو منك يا أملي فإنني مثق بالذنب مرتهني. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തെ അവൻ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങളായി പറയപ്പെട്ടിട്ടുള്ള 10 അടയാളങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും പിൻബലത്തോടുകൂടി 9ഓളം ദർസുകളിലായിക്കൊണ്ട് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ പ്രത്യേകം ഞാൻ ഈ ദർസുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൻ്റെ മുന്നേ സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ മാത്രമാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ അടയാളങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിനു മുന്നേ ആയിക്കൊണ്ടുമുള്ള മറ്റു ചില സംഭവങ്ങൾ, കാര്യങ്ങൾ, അത് ധാരാളമായി വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലേക്കൊന്നും നാം തൽക്കാലം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സഹോദരങ്ങളും എന്താണ് ആ ഒരു കാര്യം സൂചിപ്പിക്കാതിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കാതിരുന്നത് എന്നൊക്കെ അവർക്ക് ചില സംശയങ്ങളോ ആശങ്കയോ ഉണ്ടാവാം. നാം ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ച ആ 10 അടയാളങ്ങൾ മാത്രമാണ് നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ദർസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ സമാനമായ വിഷയങ്ങളിൽ ഇനിയും ദർസുകളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിൻ്റെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അത്തരം വിഷയങ്ങൾ കൂടി നാം പ്രതിപാദിക്കുന്നതാണ്.
ആ ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാ നാം മറ്റു ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ആമുഖത്തിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. നാം യൂട്യൂബിൽ ഇതിൻ്റെ ലൈവ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രീമിയർ ലൈവായി നാം കൊടുക്കുമ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ പല ആളുകളുടെയും സംശയം ആ മ്യൂസിക് ഇതിൻ്റെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ആളുകൾ നൽകുന്നതാണ് ആ മ്യൂസിക് എന്നാണ് പല ആളുകളും ധരിച്ചിട്ടുള്ളത്. എന്നാൽ അവരോട് പറയാനുള്ളത് അത് നാം ചേർക്കുന്നതല്ല, അത് യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം മ്യൂസിക് ഹറാമാണ് എന്ന് ഒട്ടനവധി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് അത് ദഅ്വാ രംഗത്തും അല്ലാത്ത മേഖലയിലും ഒന്നും പാടില്ല എന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് നാം. എന്നാൽ നമ്മുടെ പരിധിയിൽ വരാത്ത ചില വിഷയങ്ങൾ അത് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, അൽഹംദുലില്ലാ നാം പുതിയ ഒരു സീരീസ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ആരംഭിക്കുകയാണ്. അവൻ്റെ മഹത്തായ അനുഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്കിത് പൂർത്തീകരിക്കുവാനും സാധിക്കും ഇൻഷാ അള്ളാഹ്. ബർസഖ് 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്നത്, ബർസഖിയായ ലോകത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുമെല്ലാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നാം. നമുക്കറിയാം എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ നാം മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് എന്നത്. ദജ്ജാലിൻ്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവ്, ദാബത്തുൽ അർള് പ്രത്യക്ഷപ്പെടൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, ഇങ്ങനെ തുടങ്ങി പലതും നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെയൊക്കെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടു. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? ഈ പറയപ്പെട്ട പരീക്ഷണങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ നാം ഫേസ് ചെയ്യേണ്ടി വരികയില്ല, നാം അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. ഒരു പക്ഷേ ദജ്ജാൽ വരുന്നതിന് മുമ്പ് നാം മരിച്ചു പോയേക്കാം. യഅ്ജൂജ് മഅ്ജൂജ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പെല്ലാം ഒരു പക്ഷേ നാം മരണപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ അതൊന്നും നാം കണ്ടുകൊള്ളണം എന്നില്ല. പക്ഷേ മരണവും മരണാനന്തര ജീവിതവും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരാൾക്കും സാധ്യമല്ല. അതിന് പ്രത്യേക കാലതാമസമുണ്ട്. അതിന്ന സന്ദർഭത്തിലാണ് വരിക. ഉദാഹരണത്തിന് ദജ്ജാൽ വന്നെങ്കിലേ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരികയുള്ളൂ എന്നത് ഉറപ്പായ കാര്യമാണല്ലോ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ യഅ്ജൂജ് മഅ്ജൂജ് വരും എന്നത് നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് ആണ് എന്ന് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മരണം നമുക്ക് ഒരിക്കലും ആ നിലക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ്. ഏത് നിമിഷത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏതു ദിവസത്തിലാണ് നാം മരിച്ചു പോവുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ നാം ഉച്ചയോടുകൂടി ഒരു പക്ഷേ 6 അടി മണ്ണിൽ കബറടക്കം ചെയ്യപ്പെട്ടേക്കാം. ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്മൾ നാളെ പ്രഭാതമാകുമ്പോഴേക്ക് നാം 6 അടി മണ്ണിൽ എത്തിച്ചേർന്നേക്കാം. ആർക്ക് പറയാൻ കഴിയും 6 അടി മണ്ണിലേക്കുള്ള നമ്മുടെ യാത്രയുടെ വിദൂരം എത്രയാണ് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഉറപ്പായിട്ടും നാം ഓരോരുത്തരും ഫേസ് ചെയ്യേണ്ടുന്ന ലോകമാണ്, അഭിമുഖീകരിക്കേണ്ടുന്ന ലോകമാണ് ബർസഖിയായ ലോകം, ഖബറിടം, മരണം എന്നൊക്കെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഇത്രയും നാൾ ചർച്ച ചെയ്ത അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങളെക്കാളെല്ലാം പ്രധാനപ്പെട്ടത് നമ്മുടെ മരണം തന്നെയാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ച പല വ്യക്തികളോടും
പല സ്വഹാബത്തിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിൻ്റെ മരണം എപ്പോഴാണോ അപ്പോഴാണ് നിൻ്റെ അന്ത്യസമയം എന്നാണ്. കാരണം അന്ത്യസമയം എന്നത് ലോകത്തിന് മാത്രമല്ല, ഓരോ വ്യക്തികൾക്കുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അന്ത്യം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പ്രവാചകൻ പറയാറുണ്ട് സ്വഹാബത്തിനോട്, നിങ്ങളുടെ ആയുസ് തീരുന്നത് എപ്പോഴാണോ അന്നാണ് നിങ്ങളുടെ അന്ത്യസമയം. എന്നാൽ ആയുസ് തീർന്നു പോകുന്നത് എപ്പോഴാണ് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ലെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ അന്ത്യസമയം, നമ്മുടെ സാഅത്ത് വന്നേക്കാം. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം നാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ് ബർസഖ് എന്ന വിഷയം. മരണവുമായി, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഖബറിലെ വിജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ഈ ദർസുകളെ വളരെ ഗൗരവത്തോടുകൂടി താല്പര്യത്തോടുകൂടി കേൾക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പരിചയത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു ദർസിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഏറെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ചെറിയ മുഖവുരക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നാം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബർസഖ്, 6 അടി മണ്ണിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്ന വിഷയത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് പുരോഗമിക്കുക. ഈ ഒരു തലവാചകം ബർസഖ്, എന്താണ് ഇങ്ങനെ ഒരു തലവാചകം നൽകാനുള്ള കാരണം? പരിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 99-100 വചനങ്ങളാണ് ബർസഖ് എന്ന പേരിൻ്റെ, അതല്ലെങ്കിൽ ആ തലവാചകത്തിൻ്റെ ആധാരം. നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു, അങ്ങനെ അവർക്ക്, അതല്ലെങ്കിൽ അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ, ഖാല, അവർ പറയുന്നു, റബ്ബിർജിഊൻ, അല്ലാഹുവേ ഞങ്ങളെ നീ മടക്കണമേ, ഞങ്ങളെ നീ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കണമേ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ, ഖാല, അവർ പറയുന്നു, റബ്ബി, ഞങ്ങളുടെ രക്ഷിതാവേ, ഇർജിഊൻ, ഞങ്ങളെ നീ മടക്കണമേ, ജീവിതത്തിലേക്ക് മടക്കണമേ. ലഅല്ലി അഅമലു സാലിഹൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഫീമാ തറക്തു, നേരത്തെ ഞാൻ ഉപേക്ഷ വരുത്തിയ, ഞാൻ വീഴ്ച വരുത്തിയ, ഞാൻ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. അതുകൊണ്ട് അല്ലാഹുവേ നീ എന്നെ ജീവിതത്തിലേക്ക് മടക്കണമേ എന്ന് മനുഷ്യർക്ക് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അവർ പറയുമെന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വർത്തമാനം മാത്രമാണ്, അവൻ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണ്. ജീവിതത്തിലേക്ക് മടക്കിയാൽ പോലും അവൻ വാഗ്ദത്തം പാലിച്ചു കൊള്ളണമെന്നില്ല. കാരണം അവസരങ്ങൾ എമ്പാടും അവന് നൽകപ്പെട്ടിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും അവന് ഉണ്ടായിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അവൻ പറയും, ഞാൻ നന്നായി കൊള്ളാം. എന്നാൽ പരീക്ഷണങ്ങൾ മാറിയാലോ അവൻ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോയതായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. പല ആളുകളും ചോദിക്കുന്നത്, എന്തിനാണ് പരീക്ഷണങ്ങൾ, എന്തിനാണ് കൊറോണ വൈറസ്, എന്തിനാണ് കോവിഡ്-19, ഇതൊക്കെ എന്തിനാണ് കാരുണ്യവാനായ റബ്ബ് നൽകുന്നത് എന്നതാണ്. അവൻ കാരുണ്യവാനായതുകൊണ്ടാണ് അവൻ അത്തരത്തിലുള്ള ശിക്ഷകളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നമ്മെ പിടികൂടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മടങ്ങുവാൻ വേണ്ടി, നമ്മുടെ ദുർബലത നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്നിട്ട് നന്നായി തീരാൻ വേണ്ടി. പക്ഷേ പരീക്ഷണങ്ങൾ കടുക്കുന്ന സന്ദർഭത്തിൽ പല വാഗ്ദാനങ്ങളും പറയുമെങ്കിലും പരീക്ഷണങ്ങൾ മാറിയാൽ നമ്മളുടെ അവസ്ഥ മാറുകയില്ലേ? ഇപ്പോൾ കോവിഡ്-19, അതുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ, അക്ഷരാർത്ഥത്തിൽ മനുഷ്യർ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്.
നാം ഒക്കെ റബ്ബിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങളിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, ഇനി ഞങ്ങൾ നല്ലവരായി ജീവിക്കാം. പക്ഷേ ഈ പ്രയാസങ്ങളൊന്ന് നീങ്ങുകയും പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ ഭൂമി തിരിച്ചു പോവുകയും ചെയ്താൽ നമ്മിൽ എത്ര പേർ വാക്കുപാലിക്കുന്ന ആളുകളായി ഉണ്ടാകും? അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് എത്രയാണ് അജല് വേണ്ടത്, അവൻ എത്ര സമയം കൊടുക്കണം എന്ന് നമ്മേക്കാൾ അറിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബിനാണ്, നമ്മുടെ രക്ഷിതാവിനാണ്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയില്ലേ കാര്യങ്ങൾ? അപ്പോൾ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനറിയാം നമ്മുടെ അവസ്ഥ എന്താണ്, ഇന്നെന്താണ്, നാളെ എന്താണ്, നാം പറഞ്ഞ വാക്ക് പാലിക്കുന്നതുമായി നമ്മുടെ നിലപാടെന്താണ് എന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കല്ല, വേണ്ട, നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ പറയുന്ന വെറും ഒരു വർത്തമാനം മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല. ഇനി അള്ളാഹു മടക്കി കൊടുത്താൽ പോലും അവൻ നല്ല ഒരു മാർഗം സ്വീകരിക്കുകയുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവൻ്റെ പിറകിൽ അഥവാ മരണത്തിന് ശേഷം ബർസഖുൻ, ഒരു ബർസഖുണ്ട്, ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ ഒരു ബർസഖുണ്ട് എന്നാണ്. എന്താണ് ബർസഖ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഭാഷാ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. അൽ ബർസഖു അൽ ഹാജിസു അവിൽ ഹായിലു ബൈന ഷൈഇൻ, രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു മറ, അതല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വസ്തുവിനാണ് യഥാർത്ഥത്തിൽ ബർസഖ് എന്ന് പറയുന്നത്. മറയാണത്. അതല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമോ സ്ഥാനമോ സമയമോ, അതിനൊക്കെ ബർസഖ് എന്ന് പറയാവുന്നതാണ്. ഉദാഹരണത്തിന് സൂറത്തുർ റഹ്മാൻ 19-ാമത്തെ വചനത്തിൽ 19-20 വചനങ്ങളിൽ കാണാം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, രണ്ട് സമുദ്രങ്ങളെ അല്ലാഹു ഒഴുക്കി വിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുൻ, അവക്ക് രണ്ടിനുമിടയിൽ ഒരു ബർസഖ് ഉണ്ട്, ഒരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, അതുകൊണ്ട് അവർ പരസ്പരം കൂടിച്ചേരുകയില്ല. ഒന്ന് ഉപ്പുജലവും മറ്റൊന്ന് ശുദ്ധജലവും, അവക്കിടയിൽ ഒരു ബർസഖ് ഉണ്ട്, ഒരു മറയുണ്ട്, അതുകൊണ്ട് അവ കൂടിച്ചേരുകയില്ല. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ രണ്ടു കാര്യങ്ങൾക്കിടയിലുള്ള, രണ്ടു സംഗതികൾക്കിടയിലുള്ള ഒരു മറയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്, അതല്ലെങ്കിൽ ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 100-ാമത്തെ ആയത്ത്, വമിൻ വറാഇഹിം, അവരുടെ പിറകിലുണ്ട് അഥവാ മരണത്തിന് ശേഷമുണ്ട്, ബർസഖുൻ, ഒരു കാലതാമസം, ഒരു ഇടവേള, ഒരു പ്രത്യേക സ്ഥാനം. ഏതുവരെ? ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഖിയാമത്ത് നാളുവരെ. അതുകൊണ്ട് തന്നെ ബർസഖ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. മാ ബൈനൽ മൗതി വൽ ബഅസ്, ശ്രദ്ധിക്കുക. ബർസഖ് എന്ന് പറഞ്ഞാൽ മാ ബൈനൽ മൗതി വൽ ബഅസ്, മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള ആ ഒരു കാലഘട്ടത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള കാലഘട്ടത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം നാം കഴിച്ചുകൂട്ടുന്നത് എവിടെയാണോ അതെല്ലാം എന്താണ്? ബർസഖാണ്. നാം തഫ്സീറുകളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അൻ മുജാഹിദിൻ ഖാല അൽ ബർസഖ് മാ ബൈനൽ മൗതി ഇലൽ ബഅസ്, മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള സമയത്തിന് ആ ഒരു ഇടവേളക്ക് പറയുന്ന പേരാണ് ബർസഖുൻ.
അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വഖാല മുഹമ്മദ് ഇബ്നു കഅബിൻ അൽ ബർസഖു മാ ബൈന ദുനിയ വൽ ആഖിറ. ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിനാണ്, ആ ഒരു സ്ഥലത്തിനാണ്, ആ ഒരു സ്ഥാനത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ലൈസു മഅ അഹ്ലി ദുനിയ യഅകുലൂന വയശ്റബൂൻ. ദുനിയാവിലുള്ള ആളുകളുടെ കൂടെയല്ല, അവരിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ട്. തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും ദുനിയാവിൻ്റെ ആളുകളുടെ കൂടെയല്ല അവരുള്ളത്. അതേപോലെ തന്നെ വല മഅ അഹ്ലിൽ ആഖിറതി യുജാസൗന ബിഅഅമാലിഹിം. എന്നാൽ ആഖിറത്തിൻ്റെ ആളുകളുടെ കൂടെ എത്തിയിട്ടില്ല, അഥവാ ആഖിറത്തിൽ എത്തിയിട്ടുമില്ല. ദുനിയാവിൽ നിന്ന് പോയിട്ടുണ്ട്, ആഖിറത്തിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ ദുനിയാവിൽ നിന്ന് പോയി ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പ് മനുഷ്യൻ കഴിച്ചുകൂട്ടുന്ന സ്ഥലമാണ്, ആ ഒരു കാലഘട്ടത്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബർസഖ് എന്ന് പറയുന്നത്. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കുക, മരണത്തിനും ഖിയാമത്ത് നാളിനും ഇടക്കുള്ള സമയത്തിനും സന്ദർഭത്തിനും നാം അപ്പോൾ നിലകൊള്ളുന്ന സ്ഥാനത്തിനുമാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞു, നമ്മുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, ബർസഖ് 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ബർസഖ് എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണാണോ, മണ്ണിനടിയിലുള്ള ആ സ്ഥലത്തിനാണോ ബർസഖ് എന്ന് പറയുക? അത് നാം ആമുഖത്തിൽ തന്നെ വിശദീകരിക്കുകയാണ്. പൊതുവെ മനുഷ്യർ മരിക്കുകയും മറമാടപ്പെടുകയുമാണ് ചെയ്യുന്നത്, അതാണ് പൊതുവായ രീതി. അതുകൊണ്ടാണ് നാം അതിനെ അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാവരും ഖബറടക്കം ചെയ്യപ്പെടണമെന്നില്ല, അവർക്ക് ബർസഖില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കളെല്ലാം തന്നെ ബർസഖ് എന്ന് പറഞ്ഞിടത്ത് ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? ഖബറിൽ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള കാലഘട്ടം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു പക്ഷേ ഖബറിലാകാം, അല്ലെങ്കിൽ ലഹദിലാകാം. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ തന്നെ മറ്റൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരാൾ ആകാശലോകത്ത് വെച്ച് കത്തിക്കരിഞ്ഞ് ചാമ്പലായിപ്പോയി എന്ന് കരുതുക, അന്തരീക്ഷത്തിൽ പാറിപ്പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബർസഖ് അവിടെയാണ്. അതേപോലെ തന്നെ ഒരാൾ കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, വെള്ളത്തിൽ അലിഞ്ഞുപോയി ശരീരം, അല്ലെങ്കിൽ മത്സ്യം അയാളെ വയറ്റിലാക്കി, വിസർജ്യമായി അതിനെ പുറന്തള്ളി, മറ്റു ഭാഗങ്ങൾ മത്സ്യത്തിൻ്റെ ശരീരത്തിലായി, എന്നാലും അയാളുടെ ബർസഖ് അവിടെയാണ്. ഒരാളെ ഏതെങ്കിലും സിംഹമോ കടുവയോ പുലിയോ കടിച്ചു കീറി തിന്നു, എങ്കിലും അയാൾക്കുമുണ്ടൊരു ബർസഖ്. ഒരാൾ ബോംബ് സ്ഫോടനത്തിലോ മറ്റോ കത്തിക്കരിഞ്ഞ് ചാമ്പലായി, അല്ലെങ്കിൽ ഒരാളെ തീ കത്തിച്ച് വെണ്ണീറാക്കിയതിന് ശേഷം സമുദ്രത്തിലോ പുഴയിലോ ഒഴുക്കിക്കളഞ്ഞു, എന്നാലും അവർക്കൊക്കെ ബർസഖുണ്ട്. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മറമാടപ്പെട്ട ആളുകൾക്ക് മാത്രം ഉള്ള ഒരു ലോകമല്ല, മരിച്ചവർക്കെല്ലാമുള്ള ലോകമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് മരിച്ചാലും, ലോകത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും, ഏതെല്ലാം രൂപങ്ങളിൽ മരിച്ച് ശരീരം ഛിന്ന ഭിന്നമായാലും അവർക്കെല്ലാം ഫേസ് ചെയ്യേണ്ടുന്ന ലോകമാണ് ബർസഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം കഴിവുള്ളവനുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ومن آياته അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഖൽഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. മഹാത്ഭുതമല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്? വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശങ്ങളിലും ഭൂമിയിലും അവൻ ജീവജാലങ്ങളെ വിന്യസിച്ചിരിക്കുന്നു. രണ്ടിലും, ആകാശങ്ങളിലുമുണ്ട് ഭൂമിയിലുമുണ്ട്, രണ്ടിലും ജീവജാലങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു. മനുഷ്യൻ അത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയെല്ലാം ജംഇ ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും. ഇവരെയെല്ലാം ജംഇ ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും. കാരണം ഒരു ജീവവസ്തു എന്നത്, അതല്ലെങ്കിൽ ഒരു ജീവി എന്നത്, അത് കാണാൻ പറ്റുന്ന, മനുഷ്യന് കാണാൻ പറ്റുന്ന ഒരു രൂപമുണ്ടെങ്കിലേ അതൊരു ജീവവസ്തു ആവൂ എന്നില്ല. നമുക്കറിയാം ബാക്ടീരിയകളും വൈറസുകളും
ബാക്ടീരിയകളും വൈറസുകളും ഒന്നും നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തതാണ്. പക്ഷേ അവയെല്ലാം ജൈവലോകത്തുള്ള വസ്തുക്കൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് ഒരു വസ്തുവിന് ജീവൻ ഉണ്ടാകണം, അതല്ലെങ്കിൽ അതിനെ ഒരുമിച്ച് കൂട്ടണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഈ മഹാപ്രപഞ്ചത്തിലെ നിസ്സാരമായ കണ്ണുകൊണ്ടോ ഈവൻ സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലുമോ കാണാൻ കഴിയാത്ത അതിനേക്കാൾ സൂക്ഷ്മമായ ജീവജാലങ്ങളെയും അതേപോലെ തന്നെ അതിനേക്കാൾ വലിയ വലിയ ജീവജാലങ്ങളെയുമെല്ലാം ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സംഘടിപ്പിച്ച് ഒരുമിച്ച് കൂട്ടുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സമുദ്രങ്ങളിൽ അലിഞ്ഞുപോയാലും അന്തരീക്ഷത്തിൽ കാറ്റിൽ പറന്നുപോയാലും എവിടെ ആയാലും ശരി, അള്ളാഹു അവൻ സൃഷ്ടിച്ച ജീവികളെ വീണ്ടും ഒരുമിപ്പിച്ചു കൂട്ടാൻ കഴിവുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്തിൽ കാണാം, ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരും. അവിടെ കൃത്യമായി മനസ്സിലാക്കുക, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും. അതിന് ഇന്ന ഒരു സ്ഥലം എന്ന് അള്ളാഹുവിന് നിബന്ധനയില്ല, അതിൻ്റെ ആവശ്യവും അള്ളാഹുവിനില്ല. ഖബറിലാണെങ്കിൽ കൊണ്ടുവരും, ഇല്ലല്ലോ. ഇനി ഖബറിലും മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അവിടെ മറമാടപ്പെട്ടതുപോലെ മുഴുവൻ ശരീരമായി നിലകൊള്ളുകയാണോ ഖബറിൽ? ഒരിക്കലുമല്ല. അവിടെ മണ്ണോട് മണ്ണ് ചേരും. നമ്മുടെ എല്ലുകൾ പോലും ഒരുപാട് കാലം കഴിഞ്ഞാൽ നുരുമ്പിച്ച് മണ്ണായിത്തീരും, ഒരു സംശയവും വേണ്ടതില്ല. ഒരുപക്ഷേ വളരെ പഴയ ഖബറ് നമ്മൾ തുറന്നു നോക്കിയാൽ ഒരു പൊടി, ഒരു അംശം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ അള്ളാഹു അവിടെ നിന്ന് മനുഷ്യനെ കൊണ്ടുവരില്ലേ? ഉണ്ട്. എന്നിരിക്കെ സമുദ്രത്തിൽ മരിച്ചുപോയവർ എന്തു ചെയ്യും? കത്തിച്ചിട്ട് വെണ്ണീറായി അത് ജലത്തിൽ ഒഴുക്കിക്കളഞ്ഞാൽ എന്തു ചെയ്യും? മൃഗങ്ങൾ തിന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാവട്ടെ, യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങളെ മുഴുവൻ അള്ളാഹു കൊണ്ടുവരും, ഒരാളും ഒഴിഞ്ഞു പോവുകയില്ല. എന്താണ് കാരണം? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖലാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവ് വെച്ച് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കരുത്. അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനും മഹാനുമാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശം അതാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളം നിസ്സാരമായ, അല്ലെങ്കിൽ ഒരു അണുവോളം നിസ്സാരമായ കാര്യമാകട്ടെ, ഫതകൂ ഫി സഖറ, അതൊരു വലിയ പാറയുടെ ഉള്ളിൽ വെച്ച്, അല്ലെങ്കിൽ ഔ ഫി സമാവാത്ത്, ഈ മഹാ ആകാശലോകങ്ങളിൽ എവിടെയെങ്കിലുമാകട്ടെ ആ മിസ്കാല് ദർറത്തുള്ളത്, ഔ ഫിൽ അർദി, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമാകട്ടെ, യഅതി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലതീഫാണ്, ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനും ഏറ്റവും ഗോപ്യമായതിലേക്ക് തൻ്റെ ശ്രദ്ധ എത്തിപ്പെടുന്നവനും ദയാലുവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മിസ്കാല് ദർറത്ത്, അതൊരു പാറയുടെ ഉള്ളിലാകട്ടെ, ആകാശലോകത്ത് എവിടെയാകട്ടെ, ഭൂമിയിൽ എവിടെയാകട്ടെ, അള്ളാഹു കൊണ്ടുവരും. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ അഖീദ. അതുകൊണ്ടാണ് തൻ്റെ പ്രിയ മകനെ ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. അതേത് വസ്തുവിനെയും കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിൽ നിന്ന് ഒന്നുപോലും വിട്ടുപോവുകയില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ മിസ്കാല് ദർറത്ത് പോലും അള്ളാഹുവിനോട് വിട്ടുപോവുകയില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയായിരുന്നാലും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നതാണ്. സൂറത്തു യാസീൻ 36-ാം അധ്യായം 78-ാമത്തെയും 79-ാമത്തെയും വചനം ഒരു മറുപടി കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ എങ്ങനെ ഒരുമിപ്പിച്ചു കൂട്ടും എന്ന സത്യനിഷേധികളുടെ ചോദ്യം അല്ലാഹു ഉദ്ധരിക്കുന്നു. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, അവൻ നമുക്കൊരു ഉപമ പറഞ്ഞിരിക്കുന്നു.
അവൻ്റെ സൃഷ്ടിപ്പിന് അവൻ മറന്നുപോവുകയും ചെയ്തിരിക്കുന്നു. ഖാല, എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. എല്ലുകൾ ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരുമിപ്പിച്ചു കൂട്ടുന്നവൻ ആരാണ്? ആർക്ക് കഴിയും അതിന്? എല്ലുകളൊക്കെ ഒരുമിപ്പിച്ച് മണ്ണായിപ്പോയി, പിന്നെ എങ്ങനെ അതിൽ നിന്നൊരു ജീവി വരും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യൻ മറന്നുപോയിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിന് അവൻ മറന്നുപോയി. ഖുൽ, നബിയെ മറുപടി പറയണം അവരോട്, യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങളാണോ? അല്ല, അല്ലാഹു അല്ലേ സൃഷ്ടിച്ചത്? എങ്കിൽ അവൻ തന്നെ നിങ്ങളെ വീണ്ടും കൊണ്ടുവരും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ തരം സൃഷ്ടിപ്പും അറിയുന്നവനാണവൻ. നോക്കൂ, മനുഷ്യൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? മനുഷ്യർ സ്രവിക്കുന്ന ബീജഗണങ്ങളിൽ നിന്ന്. ബീജത്തെ നമ്മൾ കാണുന്നുണ്ട്, സ്രവത്തെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ബീജഗണങ്ങളെ കാണണമെങ്കിൽ അങ്ങേയറ്റത്തെ പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണുകയുള്ളൂ. നാം ശ്രവിക്കുന്ന 200 കോടിയിലധികം വരുന്ന ബീജങ്ങളിൽ വളരെ നിസ്സാരമായ ഒരു ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും നിസ്സാരമായൊരു വസ്തുവിൽ നിന്ന് മനുഷ്യനെന്ന മഹാത്ഭുതത്തെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന അള്ളാഹുവിന് സുബ്ഹാനഹു വ തആല, അവന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലെന്നോ? അവന് ഏത് ജീവിയുടെ വയറ്റിൽ ഒടുങ്ങിയാലും എന്താണ്? മനുഷ്യൻ ഉണ്ടായത് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന ഒരു സ്രവത്തിൽ നിന്നല്ലേ ഉണ്ടായത്? എന്നിരിക്കെ മറ്റു ജീവജാലങ്ങൾ തിന്നാലോ ഭൂമിയിൽ മണ്ണോട് മണ്ണ് ചേർന്നാലോ എന്തു പ്രശ്നം? ആദ്യ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നല്ലേ? മണ്ണിൽ നിന്നല്ലേ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്നിരിക്കെ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ തരം സൃഷ്ടിപ്പിനെ കുറിച്ചും അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഖബറിൽ മറമാടപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ നമുക്ക് അംഗീകരിക്കാമെങ്കിലും കടലിൽ മരിച്ചവരും അന്തരീക്ഷത്തിൽ വെച്ച് കത്തിച്ചാമ്പലായവരുമെല്ലാം അവർക്ക് ബർസഖുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്, ഒരു സംശയവും വേണ്ടതില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ബർസഖ് എന്ന് പറയുമ്പോൾ നാം 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്നത് എന്നത് പൊതുവായി എല്ലാവരും മനസ്സിലാക്കിയ ഭൂരിപക്ഷം ആളുകളും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യത്തെ സാമാന്യവൽക്കരിച്ച് പറഞ്ഞതാണ്. അതേ സന്ദർഭത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന, അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ലോകമാണ് ബർസഖ്. ആ ബർസഖിൻ്റെ ലോകത്ത് നമ്മെ കാത്തു നിൽക്കുന്നത് അത് 6 അടി മണ്ണിലാവാം, സമുദ്രത്തിലാകാം, അന്തരീക്ഷത്തിലാകാം, എവിടെയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. മാത്രമല്ല, അതിൽ മറ്റൊരു പോയിൻ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അന്തരീക്ഷത്തിൽ കത്തിച്ചാമ്പലായാലും വെള്ളത്തിലൊഴുക്കിയാലും സമുദ്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അതെല്ലാം ആത്യന്തികമായി വീണ്ടും എത്തിച്ചേരുന്നത് മണ്ണിലേക്ക് തന്നെയാണ്, ഭൂമിയിലേക്ക് തന്നെയാണ്. ഭൂമിക്ക് പുറത്തേക്ക് പോകുന്നില്ല. ശ്രദ്ധിക്കുക, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അത് സമുദ്രത്തിലാകട്ടെ, സമുദ്രത്തിലെ മത്സ്യമാകട്ടെ, കാടുകളിലെ ജീവജാലങ്ങളാകട്ടെ, അന്തരീക്ഷമാകട്ടെ, എല്ലാം ഭൂമിയുമായി ചേർന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ മടക്കും, അവിടെ നിന്ന് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഭൂമിയിലേക്ക് ആത്യന്തികമായി എവിടെ വെച്ച് മരിച്ചാലും അവർ ഭൂമിയിലേക്ക് ചെന്നു ചേരുന്നുണ്ട്. അപ്പോൾ നാം കാണുന്ന, നാം തന്നെ കുഴിക്കുന്ന ഖബർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹു മറ്റൊരു രൂപത്തിൽ മനുഷ്യനെ മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ കാര്യത്തിലും സംശയമില്ല. എന്നിരിക്കെ ബർസഖിൻ്റെ ലോകം എന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മെ ആ ലോകത്ത് കാത്തിരിക്കുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. ഏത് നിമിഷവും നാം ആ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. എപ്പോൾ എന്ന് പറയാൻ കഴിയാത്ത ഏക യാത്രയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്.
നാളെ ഞാൻ എന്ത് പ്രവർത്തിക്കും എന്ന് ഒരാൾക്കും അറിയില്ല. സൂറത്തുൽ ലുഖ്മാൻ അവസാനത്തെ ഭാഗം. ഏത് മണ്ണിൽ വെച്ച് മരിച്ചു പോകുമെന്നും ആർക്കും പറയാൻ സാധ്യമല്ല. എവിടെ വെച്ച് മരിച്ചു പോകും നമുക്ക് പറയാൻ കഴിയില്ല. നാളെ എന്ത് പ്രവർത്തിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഏത് നിമിഷവും നാം പ്രവേശിക്കേണ്ടുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി പഠിക്കാൻ, മനസ്സിലാക്കാൻ നാം വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് തന്നെ നാം ഇത് പഠിക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് നാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അറിയുക, നാം അറിയപ്പെട്ട നമ്മുടെ ഈ ജീവിതത്തിൽ പ്രധാനമായും 4 വീടുകളിൽ, 4 ലോകങ്ങളിൽ നമുക്ക് താമസിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബർസഖിൻ്റെ ലോകം. 4 ലോകങ്ങളിൽ നമുക്ക് താമസിക്കാനുണ്ട്. അതിൽപ്പെട്ട 3ാമത്തെ വീടാണ് യഥാർത്ഥത്തിൽ ബർസഖാകുന്ന വീട് എന്ന് മനസ്സിലാക്കുക. ഏതാണ് 1ാമത്തെ വീട്? 1ാമത്തെ വീട് നമ്മുടെ ഉമ്മയുടെ വയറ്റിലാണ്. മനുഷ്യൻ ഒരു നിശ്ചിത കാലം ആത്മാവോടുകൂടി, ജീവനോടുകൂടി തന്നെ ഉമ്മയുടെ വയറ്റിൽ താമസിക്കുന്നുണ്ട്. സൂറത്തു സുമറിലെ 6ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും. നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ അള്ളാഹു, അല്ലെങ്കിൽ അവരുടെ വയറുകളിൽ, അവരുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നു. ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു രൂപത്തിലായിക്കൊണ്ട്. ഫീ ളുലുമാതിൻ സലാസ്, 3 അന്ധകാരങ്ങളിൽ. വയറിൻ്റെ അന്ധകാരം, ഗർഭാശയത്തിൻ്റെ അന്ധകാരം, ഗർഭാശയ ഭിത്തിയിൽ ഉള്ള മറ്റു പാടകളുടെയും ലെയറുകളുടെയും അന്ധകാരം. ഇങ്ങനെ വളരെ വലിയ ഒരു കൂരിരുട്ടിൽ 3 അന്ധകാരം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫീ ളുലുമാതിൻ സലാസ്, 3 ഇരുട്ടുകൾ. വയറിൻ്റെ ഇരുട്, ഗർഭാശയത്തിൻ്റെ ഇരുട്, അതിൻ്റെ ഉള്ളിലുള്ള ലെയറുകളുടെ ഇരുട്. ഈ 3 ഇരുട്ടിലായിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു. ആധിപത്യം മുഴുവൻ അള്ളാഹുവിനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഫഅന്നാ തുസ്റഫൂൻ, മനുഷ്യരെ എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അപ്പോൾ നാം താമസിക്കുന്ന 1ാമത്തെ വീട് ഉമ്മയുടെ ഗർഭാശയമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽക്കുള്ള വചനങ്ങൾ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ, പിന്നീട് അവനെ ഒരു ബീജഗണമാക്കി. എന്നിട്ട് ഫീ ഖറാറിൻ മക്കീൻ, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അള്ളാഹു അതിനെ പ്രവേശിപ്പിച്ചു. ഉമ്മയുടെ ഗർഭാശയമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുദ്ഗ ഫഖലഖനൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പിന്നീട് ആ വയറ്റിൽ സംഭവിക്കുന്നത് എന്താണ്? നുത്ഫയായി ഗർഭാശയത്തിൽ പ്രവേശിച്ച് പിന്നീട് അത് ഭ്രൂണമായി, പിന്നീട് ആ ഭ്രൂണം ഒരു മാംസകഷ്ണമായി, പിന്നീട് ആ മാംസകഷ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലുകൊണ്ട് പൊതിഞ്ഞു. വീണ്ടും ആ എല്ലിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, മറ്റൊരു സൃഷ്ടിയായി മാറി. നിസ്സാരമായ ബീജഗണമത ഒരു മനുഷ്യ രൂപമായി പ്രാപിക്കുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു എത്ര പരിശുദ്ധൻ. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് നിങ്ങൾ അതിനുശേഷം മരിച്ചു പോവുക തന്നെ ചെയ്യും. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഉമ്മയുടെ വയറ്റിലെ അത്ഭുതകരമായ ഈ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് കുഞ്ഞായി ഭൂമിയിൽ പിറന്നു വീണ് വലിയൊരു കാലഘട്ടം ഇവിടെ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യ, അള്ളാഹു പറഞ്ഞ 3ാമത്തെ കാര്യത്തെ പിന്നെ നിഷേധിക്കാൻ നിനക്കെന്തുണ്ട് ന്യായം? സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. മനുഷ്യന് ശ്രവിക്കുന്ന സ്രവത്തിലായിരുന്നല്ലോ നീ,
അവിടെ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലെത്തി അവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കടന്ന് കുഞ്ഞായി പിറന്നു വീണ് ജനിച്ച് വീണ്ടും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയി യുവാവായി വൃദ്ധനായി വീണ്ടും മരിച്ച് ഖബറിലേക്ക് പോയി മണ്ണോട് മണ്ണായി ചേർന്ന നീ മറ്റൊരു ജീവിതമില്ലെന്ന് പറയാൻ ഒരു ന്യായവുമില്ല. കാരണം ഈ പറഞ്ഞതൊന്നും നീ ചെയ്തതല്ലെങ്കിൽ പിന്നെ അടുത്തതും നിന്റെ തീരുമാനത്തിൻ്റെ നിന്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ലാതെ അള്ളാഹു അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തിലെ ഒരു സുനിശ്ചിത കാലഘട്ടം അവൻ ഉമ്മയുടെ വയറ്റിലാണ്. അത് 9 മാസമോ 10 ദിവസമോ അല്ലെങ്കിൽ 10 മാസമോ ആ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകാം. പക്ഷേ പരിപൂർണമായ ഒരു വർഷം തികയുന്നതിന് മുമ്പായി തന്നെ അവൻ ഗർഭാശയമെന്ന ആ ലോകത്ത് നിന്ന് ജീവനോടെ ആത്മാവോടെ തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവിടുത്തെ കാലതാമസം ഏകദേശം ഒരു വർഷം പോലും പൂർണ്ണമായും തികയാത്ത ഒരു കാലഘട്ടമാണ് ഉമ്മയുടെ വയറ്റിൽ 3 ഇരുട്ടുകളിൽ മനുഷ്യൻ ജീവിക്കുന്നത്, താമസിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. എന്നാൽ രണ്ടാമത്തെ ഘട്ടം, അതാണ് നാം ഈ ജീവിക്കുന്ന ഈ ഒരു ലോകം. ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത് ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് 5-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ ഗർഭാശയത്തിൽ താമസിപ്പിക്കുന്നു. വനുഖിറു ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ അവൻ നിങ്ങളെ താമസിപ്പിക്കുന്നു. മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിതമായ കാലം വരെ. സുമ്മ നുഖ്രിജുകും തിഫ്ലാ, പിന്നീട് ഒരു തിഫ്ലായി, കുട്ടിയായി, ഒരു ബേബിയായി നിങ്ങൾ പുറത്തേക്ക് വരുന്നു. സുമ്മ ലിതബ്ലുഗൂ അശുദ്ധക്കും, പിന്നീട് നിങ്ങളുടെ ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങളെ യുവാക്കളാക്കി അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നു. ഒന്നിനും കഴിയാതെ മലർന്നു കിടക്കുന്ന ചെറിയ കുഞ്ഞിൻ്റെ അവസ്ഥയിൽ നിന്ന് പിന്നെ മെല്ലെ മെല്ലെ എഴുന്നേൽക്കാനും ഇരിക്കാനും പിന്നീട് നിൽക്കാനും പിന്നെ മെല്ലെ മെല്ലെ നടക്കാനും പിന്നീട് കൈക്കും കാലിനുമെല്ലാം കരുത്തുണ്ടായി നല്ല യുവാവായി മാറി. വമിൻകും മൻ യുതവഫ, ചില ആളുകൾ വേഗം മരിച്ചു പോകുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ചിലർ മരിച്ചുപോയി. 2-3 വർഷം, അല്ലെങ്കിൽ 4-5 വർഷം, 10-15 വർഷം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാകാം. എന്നാൽ വേറെ ചില ആളുകളോ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചിലരതാ 60 മരിക്കുന്നില്ല, 70 മരിക്കുന്നില്ല, 80 മരിക്കുന്നില്ല, 90 മരിക്കുന്നില്ല, ചിലർ 100 വയസ്സ് തികഞ്ഞിട്ടും മരിക്കുന്നുമില്ല. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെപ്പോലെ വീണ്ടും വാർദ്ധക്യത്തിലേക്ക്. ഇതല്ലാഹു നിശ്ചയിക്കുന്ന ഒരു അവധി വരെ അതങ്ങനെയുണ്ടാകും. അതിനുശേഷം അവരും മരിക്കുമെന്നാണ്. അതിനുശേഷം അവരും മരിച്ചു പോകുന്നതാണ്. ഇപ്രകാരം കുഞ്ഞായി ജനിച്ച് തൻ്റെ കൗമാരവും യുവത്വവും വാർദ്ധക്യവുമെല്ലാം കടന്നു പോകുന്ന ഈ ലോക ജീവിത കാലഘട്ടമാണ് രണ്ടാമത്തത്. ഇത് ആദ്യത്തേതിനേക്കാൾ അല്പം കൂടി ദൈർഘ്യമുള്ളതാണ്. ആദ്യം ഉമ്മയുടെ വയറ്റിൽ അത് അവിടെ ഒരു വർഷം പോലും യഥാർത്ഥത്തിൽ തികയ്ക്കുന്നില്ല. എന്നാൽ രണ്ടാമത് ദുനിയാവിലേക്ക് വന്നാൽ ഈ ലോകം അത് കേവലം ആദ്യത്തേത് കേവലം മാസങ്ങളാണെങ്കിൽ 9-10 മാസമാണെങ്കിൽ ഇവിടെ ചില വർഷങ്ങൾ തന്നെ അതെടുക്കുന്നു. പൂർവികരാണെങ്കിൽ 1000 വർഷങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ട്. നമുക്കറിയാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന കാലഘട്ടം തന്നെ 950 വർഷമാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആയുസ്സിലെ ആളുകളുടെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്തിലെ, എൻ്റെ സമുദായത്തിലെ ആളുകളുടെ ആയുസ് എന്നത് 60-നും 70-നും ഇടയിലായിരിക്കും. അത് ഏവറേജാണ് പറഞ്ഞത്. അതിൻ്റെ മേലോട്ട് പോകാം. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഈ ഒരു പ്രായത്തിനുള്ളിൽ മരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാലഘട്ടം. ആദ്യത്തേതിനേക്കാൾ ദൈർഘ്യം കൂടിയതാണ് രണ്ടാമത്തത്. ശ്രദ്ധിക്കുക. അതിനുശേഷമുള്ളതാണ് മൂന്നാമത്തെ വീട്. അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വീട്. അതാണ് ബർസഖിൻ്റെ ലോകം. ബർസഖ് എന്താ തെളിവ്? നേരത്തെ ഓതിയ ആയത്ത് തന്നെയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 99-100 വചനങ്ങൾ. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ, അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ അല്ലാഹുവേ എനിക്ക് കുറച്ചുകൂടി അവധി തരണമേ എന്ന് അയാൾ പറയും.
ലഅല്ലി അമലു സാലിഹൻ, ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങൾ. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. എന്നാൽ അവർ മരിച്ചതിന് ശേഷം യൗമു യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ബർസഖുൻ, ബർസഖിയായ ഒരു ലോകമുണ്ട്, അവിടെയാണ് താമസം. അപ്പോൾ ബർസഖിയായ ലോകം, അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലെ ജീവിതത്തേക്കാൾ അല്പം കൂടി ദൈർഘ്യം കൂടിയതാണ് ബർസഖിൻ്റെ ലോകം. അപ്പോൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഉമ്മയുടെ വയറ്റിൽ മാസങ്ങളാണെങ്കിൽ, ഭൂമിയിൽ വർഷങ്ങളാണെങ്കിൽ, ബർസഖിൻ്റെ ലോകത്ത് നൂറ്റാണ്ടുകളാണ് താമസിക്കേണ്ടത്. ശ്രദ്ധിക്കുക, 1ഉം 2ഉം 100ഉം വർഷമല്ല, 1000ഉം 2000ഉം വർഷമല്ല. നിങ്ങൾ നോക്കൂ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മരിച്ച ആളുകൾ ഇപ്പോഴും ബർസഖിൻ്റെ ലോകത്താണ്. എത്ര നൂറ്റാണ്ടായി? സഹസ്രാബ്ദങ്ങളായി. അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കൂടെയുള്ള സ്വഹാബികൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ, അവസാന പ്രവാചകനാണ്. പക്ഷേ അവർ മറമാടപ്പെട്ടിട്ട് ബർസഖിൻ്റെ ലോകത്തേക്ക് പോയിട്ടിപ്പോൾ 1450ഓളം വർഷങ്ങളായി. ബർസഖിൻ്റെ ലോകം കുറച്ചുകൂടി ദൈർഘ്യമേറിയതാണ്. ശ്രദ്ധിക്കുക, ഗൗരവമുള്ള വിഷയമാണ്. ഇതാണ് 3ാമത്തെ ഘട്ടം. അതുകൊണ്ട് തന്നെ ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് എന്നർത്ഥം. ഒന്നൊരുങ്ങണം. ഭൂമിയിൽ നിസ്സാരമായ, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലെ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി എന്തൊരൊരുക്കമാണ് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടും വീടും വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾ ആയുസ്സിൻ്റെ അധിക ഭാഗവും പ്രവാസികളായി കഴിച്ചുകൂട്ടുന്നു. എന്തിനാണ്? നല്ലൊരു വീട് വേണം. എവിടെ? 6 അടി മണ്ണിലേക്കാണോ? അല്ല, ഇവിടെ. എത്രയെത്ര ആളുകൾ അവർ ഇവിടെ അധ്വാനിക്കുന്ന, ഒരുപാട് വർഷം ചെലവഴിച്ച് നാട്ടിൽ വീട് ഉണ്ടാക്കി. പക്ഷേ പലരും മരണപ്പെട്ട് അവർ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടെ കബറടക്കപ്പെടുകയാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ അല്ലേ? അപ്പോൾ ഇവിടെ താമസിക്കാൻ വേണ്ടി അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ആയുസ് മുഴുവൻ ചെലവഴിച്ചിട്ടും ആ വീട്ടിൽ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ. ഇത് 40, 50, 60, 100 വർഷം താമസിക്കാനുള്ള ഒരു ലോകത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ, എന്തെല്ലാം പഠനങ്ങൾ, പഠന സംരംഭങ്ങൾ, വിദ്യാലയങ്ങളെല്ലാം നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ വെപ്രാളവും ഈ ലോകത്തിന് വേണ്ടിയാണ്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ നാം താമസിക്കേണ്ടി വരുന്ന ഖബറിനെക്കുറിച്ച്, ബർസഖിയായ ലോകത്തെക്കുറിച്ച്, ആ ഒരു വീടിനെക്കുറിച്ച്, അവിടെ എന്താകും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക, ഒരു ഉത്കണ്ഠ, ഒരു വേവലാതി, ഒരു ബേജാറ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഗൗരവമേറിയ കാര്യമാണ്. വളരെ വലിയൊരു ലോകത്തേക്ക് ഈ നിമിഷം, അല്ലെങ്കിൽ അടുത്ത നിമിഷം, അല്ലെങ്കിൽ അടുത്ത ദിനങ്ങളിൽ ഞാനും നിങ്ങളും പോവാനിരിക്കുന്നു. എന്താണ് തയ്യാറാക്കി വെച്ചത്? അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ്. 6 അടി മണ്ണിൽ നമ്മെ കാത്തു നിൽക്കുന്ന ആ വീടും, ആ വീട് സുഖകരമായി തീരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന വിഷയത്തിലേക്കുള്ള ഒരു പഠനം, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. നമ്മളെല്ലാവരും അശ്രദ്ധയിലാണ്, വളരെ വലിയ അശ്രദ്ധയിലാണ്. ആ അശ്രദ്ധയുടെ ലോകത്തു നിന്ന് നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ 3ാമത്തെ ലോകം ദൈർഘ്യമേറിയ ലോകമാണ്, ദൈർഘ്യമേറിയ വീടാണ് അവിടെ. 4ാമത്തത് അതാണ് ദാറുൽ ഖറാർ, സ്ഥിരവാസത്തിൻ്റെ ലോകമാണത്. ദാറുൽ ഖറാർ, അവിടെ നിന്ന് പിന്നെ മാറ്റമില്ല, അവിടെ നിന്ന് പിന്നെ ഒരു അവസാനവുമില്ല. അതാണ് ഖിയാമത്ത് നാളിന് ശേഷമുള്ള, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽത്തതിന് ശേഷമുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹജ്ജിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അസ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അല്ലാഹു സത്യമാണ്, മരിച്ചവരവൻ ജീവിപ്പിക്കും,
അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, സംശയം വേണ്ട. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. ഖബറുകളിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. സൂറത്തുൽ ഗാഫിർ 39-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്നൽ ആഖിറഹ ഹിയ ദാറുൽ ഖറാർ, തീർച്ചയായും ആഖിറത്ത്, പരലോകം, അത് ദാറുൽ ഖറാറാണ്, എന്നെന്നും നിലനിൽക്കുന്ന വീടാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ 10 മാസമേ താമസിക്കാൻ പറ്റിയിട്ടുള്ളൂ ഏകദേശം. പിന്നെ പുറത്തു വരേണ്ടി വന്നു, അല്ലേ? അതെ. ഭൂമിയിൽ ഏതാനും വർഷങ്ങളെ താമസിക്കാൻ പറ്റിയുള്ളൂ. പിന്നീട് ബർസഖിൻ്റെ ലോകത്തേക്ക് പോകേണ്ടി വന്നു. ശരിയാണ്, ബർസഖിൻ്റെ ലോകത്ത് ഏതാനും നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ ജീവിച്ചു. പക്ഷേ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇനി മറ്റൊരു ലോകത്തേക്ക് യാത്രയില്ല. അതിനാണ് ദാറുൽ ഖറാർ എന്ന് പറയുന്നത്. ഇനി ഒരു മാറ്റമില്ല, അത് സ്ഥിരവാസത്തിൻ്റെ ലോകമാണ്, സ്ഥിരവാസത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അൻകബൂത്ത് 64-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, പരലോകത്തെ വീട്, അവിടുത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. യഥാർത്ഥത്തിൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന ആ ഒരു അവസ്ഥക്കാണ് ഹയാത്ത് എന്ന് പറയാം. അതുകൊണ്ടാണ് അത് മുറിയുന്നതിന് മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള ഹയാത്ത് മുറിഞ്ഞു പോവാത്തതായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആഖിറത്തിലെ വീട് ലഹിയൽ ഹയവാൻ, അത് നിത്യമാണ്, മരണമില്ല. ലൗ കാനൂ യഅലമൂൻ, മനുഷ്യർ അറിഞ്ഞിരുന്നെങ്കിൽ, മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ. സൂറത്തുൽ അൻകബൂത്ത് 64-ാമത്തെ വചനം. അവിടെ നരകമായിരിക്കാം, പക്ഷേ നരകത്തിൽ കിടന്ന് കത്തിയെരിഞ്ഞു മരിച്ചു പോവില്ല. സൂറത്തു ദുഖാൻ 56-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അവർ സ്വർഗത്തിലാണെങ്കിൽ ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊല, ആദ്യം സംഭവിച്ച മരണമല്ലാതെ ഇനി മറ്റൊരു മരണം അവർക്കില്ല. വവഖാഹും അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിച്ചിരിക്കുന്നു. അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ്. സ്വർഗത്തിൽ അവർ അവിടെ നിത്യവാസികളാണ്. ഇനിയൊരു മരണമില്ല. ഇനി നരകത്തിലാണെങ്കിലോ സൂറത്തു ത്വാഹ 74-ാമത്തെ വചനം, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമ, അക്രമിയായി കൊണ്ട് അള്ളാഹുവിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടുന്നവർ, ഫഇന്ന ലഹു ജഹന്നം, അവന് നരകമാണ്, ലാ യമൂതു ഫീഹാ, അവിടെ വെച്ച് അവൻ മരിക്കുകയില്ല, വലാ യഹ്യ, ജീവിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ശരിയായൊരു ജീവിതമാണോ? അല്ല. തീയിൽ കിടന്ന് എരിഞ്ഞുകൊണ്ടുള്ള ജീവിതം ജീവിതമല്ല. എന്നാൽ അങ്ങ് മരിച്ചു പോകുമോ? ഇല്ല. ലാ യമൂതു ഫീഹ, അവിടെ മരണമില്ല. കാരണം ദാറുൽ ഖറാറിലെത്തി, ഇനി മരണമില്ല. അത് സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും. ഇങ്ങനെയുള്ള 4 ലോകം, 4 വീട്ടിൽ പ്രിയപ്പെട്ടവരെ നാം താമസിക്കുന്നുണ്ട്. ഓരോന്നും മറ്റൊന്നിനേക്കാൾ ദൈർഘ്യമേറിയതാണ്. അവസാനമെത്തിയാൽ പിന്നെ അതിന് അറ്റം തന്നെയില്ല. ഉമ്മയുടെ വയറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ദുനിയാവിൽ, ദുനിയാവിലുള്ളതിനേക്കാൾ കൂടുതൽ ബർസഖിൽ, ബർസഖിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരിക്കലും അവസാനിക്കാത്ത ഖിയാമത്ത്. ഇതിൽ ഓരോ വീടും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പരിധിയിൽ വരുന്ന ലോകം എന്നത് ഈ പറഞ്ഞ ദുനിയാവിലെ ജീവിതം, ബർസഖിലെ ജീവിതം, മരണാനന്തര ജീവിതം. അത് തന്നെയാണ് ഗർഭാശയത്തിൽ വെച്ചുള്ള നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ വിലയിരുത്തപ്പെടുന്നതും. ഒരാൾ ഉമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ സ്വഹീഹായ ഹദീസുകൾ പ്രകാരം ഒരു മലക്ക് വന്ന് ആ വ്യക്തിയുടെ ആയുസ്, ജീവിതം, ആ വ്യക്തി സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ജീവിതം, അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതമനുസരിച്ചാണ് അവൻ്റെ ഭാഗ്യവും ദൗർഭാഗ്യവും ഉണ്ടാകുന്നത്. അവൻ സ്വർഗക്കാരനായിത്തീരുന്നതും നരകക്കാരനായിത്തീരുന്നതും ഈ ദുനിയാവിൽ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. അത് ഭൂതത്തിലേക്ക് പോയാലും വർത്തമാനത്തിൽ നിന്നാലും ഭാവിയെ സംബന്ധിച്ചുള്ളതാണെങ്കിലും എല്ലാം തന്നെ മനുഷ്യൻ്റെ അമലാണ് പ്രധാനം.
നമ്മുടെ വിശ്വാസമാണ് പ്രധാനം, നമ്മുടെ കർമ്മങ്ങളാണ് പ്രധാനം. 4 ലോകത്തും നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറെ ഗൗരവത്തോടുകൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദുനിയാവിലെ ഈ ഒരു ആയുസ്, ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അത് ചെയ്തു തീർക്കണം. ബർസഖിൻ്റെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ബൃഹത്തായ ആശയമാണ് ഈ ദർസുകളിലൂടെ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു 4 ലോകങ്ങളിൽ 3ാമത്തെ ലോകമായ ബർസഖിൻ്റെ ലോകം, ആ ബർസഖിൻ്റെ ലോകത്തെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒരു കാര്യം നമുക്കൊക്കെ ഉറപ്പാണ്. എന്താണത്? ഈ ഭൂമിയിലെ ആയുസ് വളരെ നിസ്സാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അതേപോലെ തന്നെ ജിന്നുവർഗങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിൻ. നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാൻ ഇടമുണ്ടാകും. വമതാഉൻ ഇലാഹിൻ, ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്കവിടെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാണ്. ഇലാഹീൻ എന്നാണ് പറഞ്ഞത്. ഒരു നിശ്ചിത കാലം വരെ, അത്രയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. സൂറത്തു സുമറിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ആത്മാവുകളെ മരിക്കുമ്പോൾ പിടിച്ചെടുക്കുന്നു. വല്ലതീ ലം തമുത് ഫീ മനാമിഹ. മരിക്കാത്തവരാകട്ടെ അവർ ഉറങ്ങുമ്പോഴും, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റൂഹിനെ ഏറ്റെടുക്കുന്നുണ്ട്. ഫയുംസികുല്ലതീ ഖദാ അലൈഹൽ മൗത്ത്. മരണം വിധിച്ച ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നു. വയുർസിലുൽ ഉഖ്റ, എന്നാൽ മറ്റു ചിലരുടേത് അല്ലാഹു വിട്ടുകൊടുക്കുന്നു. അവർ രാവിലെ എഴുന്നേൽക്കും, പക്ഷേ ആ എഴുന്നേൽക്കൽ എത്ര ദിവസം? ഇലാ അജലിം മുസമ്മാ, ഒരു നിശ്ചിത അവധി വരെ, ഒരു നിർണിത അവധി വരെ ആ എഴുന്നേൽക്കളുള്ളൂ. ഇന്നലെ മറ്റൊരാൾ ഉറക്കത്തിൽ മരിച്ചുപോയി, ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ ആഹ്ലാദിക്കണ്ട, നാളത്തെ പ്രഭാതത്തിൽ നീ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ മറ്റന്നാളത്തെ പ്രഭാതത്തിൽ. ചുറ്റിലും ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനും നിങ്ങളും വിചാരിക്കരുത് എനിക്ക് മരണമില്ല. പക്ഷേ പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്നെ മരണം പിടികൂടുകയില്ല. വൈറസുകൾ, COVID-19, കൊറോണ, മറ്റു രോഗങ്ങൾ, അപകടങ്ങൾ, ചുറ്റിലും നിന്നും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നാം വിചാരിക്കുന്നു നമ്മെ അത് ബാധിക്കുകയില്ല. ഇതേപോലെ വിചാരിച്ചിരുന്നവരാണ് ഇന്ന് ഖബറിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ചവരാണ് എന്നെ മരണം പിടികൂടുകയില്ല, ഞാൻ ഈ പ്രയാസത്തിലൊന്നും അകപ്പെടുകയില്ല എന്ന് നിശ്ചയിച്ച ആളുകളാണ് ഇന്ന് ഖബറിൽ കഴിയുന്നത്, ബർസഖിൻ്റെ ലോകത്തേക്ക് പോയിട്ടുള്ളത്. ഒരു ഉറപ്പുമില്ല. ഇലാജലിൻ മുസമ്മ, നിങ്ങൾ എങ്ങനെയൊക്കെ ഉറങ്ങി എഴുന്നേറ്റാലും അതിനും ഒരു പരിധിയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ പരിധി വന്നാൽ സൂറത്തുൽ അറാഫ് 34-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോ ഉമ്മത്തിനും, ഓരോ സമൂഹത്തിനും, ഓരോ സമുദായത്തിനും ഒരു അജലുണ്ട്. ഏത് തലമുറക്കും ഒരു അജലുണ്ട്. ആ തലമുറ ആയുസ്സിനെ മറികടക്കുകയില്ല. ഫൈദാ ജാഅ അജലുഹും, അവരുടെ അവധി എത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം പോലും മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. അല്ലാഹു പിടിക്കും. വ്യക്തികളെ, സമൂഹങ്ങളെ, തലമുറകളെ, എത്രയെത്ര ജീലുകൾ, എത്രയെത്ര തലമുറകൾ കഴിഞ്ഞുപോയി. അവരിൽ ആരെങ്കിലും ഇന്ന് അവശേഷിക്കുന്നുണ്ടോ? ആരും അവശേഷിക്കുന്നില്ല. എല്ലാവരും കഴിഞ്ഞുപോയി. അങ്ങനെ കഴിഞ്ഞു പോകും, അതുറപ്പാണ്. അത് സമൂഹമായാലും വ്യക്തിയാണെങ്കിലും. സൂറത്തുൽ മുനാഫിഖൂൻ 11-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു മനുഷ്യനും അവൻ്റെ അവധി എത്തിയാൽ അള്ളാഹു നീട്ടിയിട്ട് കൊടുക്കുകയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആയുസ് കൂട്ടിത്തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും കണ്ടറിഞ്ഞാണ് അള്ളാഹു ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത്. അവധി എത്തിയാൽ ഒരു നഫ്സിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവധി കൊടുക്കുകയില്ല. ഉറപ്പ്
ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ നാം മരിച്ചു പോകും. ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കുമായിരുന്നെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 30-31 വചനങ്ങളിൽ പറയുന്നത്, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നബിയെ താങ്കൾ മരിച്ചു പോകും, അവരും മരിച്ചു പോകും. പ്രവാചകർ മരിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പല സ്വഹാബികൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വചനമടക്കമുള്ള ചില വചനങ്ങൾ ഓതിക്കൊടുക്കുന്നത്. ഇന്നക മയ്യിതുൻ, നബിയെ താങ്കൾ മരിച്ചു പോകും, വ ഇന്നഹും മയ്യിതൂൻ, താങ്കളുടെ കൂടെയുള്ള ആളുകളും എല്ലാവരും മരിച്ചു പോകും, താങ്കളുടെ ശത്രുക്കളും എല്ലാവരും മരിച്ചു പോകും. മരണം അത് പ്രവാചകന്മാർക്കും സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ആളുകൾക്കും വന്നിട്ടുണ്ട്. സൂറത്തുൽ അംബിയ 34-ാമത്തെ വചനം, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ഞാൻ സ്ഥിരവാസം നൽകിയിട്ടില്ല, ഒരാൾക്കും സ്ഥിരവാസം ഉണ്ടായിട്ടില്ല. നമ്രൂദിന് കിട്ടിയിട്ടില്ല, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിന് കിട്ടിയിട്ടില്ല, ആദ് സമൂദ് ഗോത്രങ്ങളിലെ പോക്കിരികൾക്ക് ലഭിച്ചിട്ടില്ല, സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാട്ടിലെ അതിക്രമകാരികൾക്ക് ലഭിച്ചിട്ടില്ല, ഫിർഔന് ലഭിച്ചിട്ടില്ല, അബൂജഹലിന് ലഭിച്ചിട്ടില്ല. താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് സ്ഥിരവാസമുണ്ടായിട്ടില്ല നബിയെ. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നബിയെ നിങ്ങൾ മരിച്ചാൽ അവരിവിടെ നിത്യവാസികളായിരിക്കുമോ? പ്രവാചകനെ കൊലപ്പെടുത്തിയാൽ, വിശ്വാസികളെ കൊലപ്പെടുത്തിയാൽ, അവരെ അടിച്ചു കൊന്നാൽ, അവരെ നാട് കടത്തിയവരും അടിച്ചു കൊല്ലാൻ നേതൃത്വം കൊടുത്തവരും ഇവിടെ സ്ഥിരവാസക്കാരാണോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എല്ലാവരും മരിച്ചു പോകും. സൂറത്ത് ആലി ഇമ്രാൻ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണമാസന്നമാണ്. നാം എല്ലാവരും മരിച്ചു പോകും. ഒരിക്കലും നമുക്കിവിടെ സ്ഥിരവാസമില്ല. അത് ഏത് നിമിഷം എന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. അതിനുശേഷം നാം താമസിക്കേണ്ടത് ബർസഖിൻ്റെ ലോകമാണ്. എന്താണ് ആ വീട്ടിലെ കാര്യം? ഇവിടുത്തതാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ്, എന്തെല്ലാം സൗകര്യങ്ങളാണ്, ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാം ഒരുക്കാം. ഖബർ, ബർസഖ്, അത് ഗൈബിയായ ലോകമാണ്. അവിടുത്തെ വീട് എന്തായിരിക്കണം നമുക്കൊരു ഊഹവുമില്ല. പക്ഷേ ആ വീടിനെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. എങ്ങനെ? അമലു സ്വാലിഹാത്തുകൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്. ഇൻഷാ അള്ളാഹ് അതിലേക്കുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആവർത്തിച്ച് ഉണർത്തിയതുമായ ബർസഖിൻ്റെ ലോകം എങ്ങനെ സ്വർഗ്ഗതുല്യമാക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത ദർസുകളിൽ പ്രവേശിക്കും. ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായി ഡീറ്റെയിൽഡായിട്ട് തന്നെ പോകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഉടനെ തന്നെ നാം സൽക്കർമ്മങ്ങളിൽ മുന്നേറുക, ബർസഖിൻ്റെ ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക, എല്ലാ സംവിധാനങ്ങളും ചെയ്യുക, പശ്ചാത്തപിക്കുക, പാപമോചനം തേടുക. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന റമളാൻ മാസത്തിലാണ് നാം ഉള്ളത്. പാപങ്ങൾ മുഴുവൻ പുറത്തു തരാമെന്ന് അല്ലാഹു ഏറ്റിട്ടുള്ള അതുല്യമായ ഒരു മാസം, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയുള്ള ഒരു മാസം. നമുക്ക് നന്നാവാനും പശ്ചാത്തപിക്കുവാനും എല്ലാം സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു മാസത്തിൽ നാം എല്ലാവരും മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ആളുകളെല്ലാം മറ്റുള്ള ആളുകളിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.